നമസ്കാരം. കേരള കോൺഗ്രസ് ബി നേതാവും പത്തനാപുരം എംഎൽഎയുമായ കെ.ബി. ഗണേഷ് കുമാർ ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനായിരുന്ന അദ്ദേഹത്തിന് ആ വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് സൂചനകൾ. ഇതിനിടെയാണ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനത്തിന് പാരവയ്ക്കാനുള്ള ശ്രമങ്ങൾ അവസാന നിമിഷവും ഊർജിതമായി നടക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാട് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതായി കാണിച്ചുള്ള പരാതിയാണ് ഇപ്പോൾ ഗണേഷിനെതിരെ എത്തിയിരിക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. പരാതിക്കാരന്റെ മൊഴിയെടുത്ത കോടതി കേസെടുക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നതിൽ അന്തിമ തീരുമാനം നാളെ വരാനിരിക്കുകയാണ്. പരാതി ഉയർന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഗണേഷിന് ശത്രുക്കൾ ഏറെയുണ്ട്. കോൺഗ്രസുകാരെ കൂടാതെ ഇടതുമുന്നണിയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഗണേഷിന് എതിരാണ്. സ്വന്തം കുടുംബത്തിലും ഗണേഷിനെ എതിർക്കുന്നവരുണ്ട്. സഹോദരി ഉഷ ഗണേഷിനെ മന്ത്രിയാക്കരുത് എന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നേരത്തെ തന്നെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഗണേഷിനെതിരെ പരാതി എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം ഈ പരാതിയൊന്നും ഇടതുമുന്നണി തീരുമാനത്തെ ബാധിക്കില്ലെന്നാണ് സൂചന. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നത് സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. സത്യപ്രതിജ്ഞ 29-ന് നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുൻ ധാരണ പ്രകാരം ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക. നവകേരള സദസ്സിന് ശേഷം ഡിസംബർ അവസാനം മന്ത്രിസഭ പുനഃസംഘടന നടക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ അറിയിച്ചിരുന്നു. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി LDF മുന്നണി നേതൃത്വത്തിന് നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു. നവകേരള സദസ്സിന് മുൻപ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം. ആദ്യ 2.5 വർഷം K കൃഷ്ണൻകുട്ടി, ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ 2.5 വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്നത് LDF നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ്. ഇതാണ് ഇടതുമുന്നണി പാലിക്കാനൊരുങ്ങുന്നത്. എന്നാൽ മന്ത്രിസഭ പുനഃസംഘടന നവകേരള സദസ്സിന് ശേഷം മാത്രമേ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു. അതേസമയം ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യാനും സാധ്യതയുണ്ട്. നേരത്തെ ഗതാഗത വകുപ്പിൽ വ്യത്യസ്തമായ ശൈലിയിൽ തിളങ്ങിയ മന്ത്രിയാണ് ഗണേഷ് കുമാർ. ചടുല നീക്കങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് വീണ്ടും ഗതാഗത വകുപ്പ് ലഭിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്. മന്ത്രിസഭയിൽ വൻതോതിലുള്ള അഴിച്ചുപണിയല്ല വരുന്നത്. ഘടക കക്ഷികൾ 2.5 വർഷം ഊഴം വെച്ച് മാറുകയാണ് ചെയ്യുക. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ വേളയിൽ തന്നെ ഇക്കാര്യത്തിൽ ധാരണയായിരുന്നു. ഒഴിയുന്നവർക്ക് പകരമെത്തുന്ന മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തുടരാനാണ് സാധ്യത. വകുപ്പ് മാറ്റം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെയും താല്പര്യം. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവാണ് നിലവിൽ ഗതാഗത മന്ത്രി. ആന്റണി രാജുവിന് പകരമാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ഗണേഷ് കുമാർ എത്തുക. കപ്പൽ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് INL നേതാവായ അഹമ്മദ് ദേവർകോവിൽ. ഇദ്ദേഹത്തിന് പകരം കേരള കോൺഗ്രസ് S നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മന്ത്രിയാകുക. മേൽപ്പറഞ്ഞ രീതിയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടന്നാൽ ഒരു MLA-മാരുള്ള എല്ലാ ഘടക കക്ഷികൾക്കും മന്ത്രി പദവി ലഭിക്കാൻ വഴിയൊരുങ്ങും. എന്നാൽ RJDക്ക് മാത്രം മന്ത്രിസ്ഥാനം ലഭിക്കില്ല. ഇവർക്ക് പകരം എന്ത് നൽകുമെന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും ഈ മാസം 24-ന് ചേരുന്ന LDF യോഗത്തിൽ നടക്കും. നന്ദി.